ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളൊരു ജസ്റ്റ് ഡേ ട്രിപ്പിന് പോവാണ്. അപ്പം ഞങ്ങളിത് എല്ലാവരും റെഡിയായി ഇതേ പോകാൻ പോകുന്നു. കണ്ടോ, കാറിൽ കയറാൻ പോവാ എല്ലാവരും. ഞാൻ ആദ്യം കയറണം, അതുകൊണ്ട് ഞാൻ പോവാണ്. ഓക്കെ. നമ്മളങ്ങനെ ഡഡൽ ഡോർ ബീച്ചിലെത്തി. ഇവിടെ കാർ പാർക്കിലെ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നല്ല ചൂടുണ്ട് കേട്ടാ. അന്ന് കുന്നും മലയൊക്കെ ഉണ്ട്. അതേ കടല് തീ അവിടെ വിശാലമായിട്ട് കിടക്കുന്നു. കിച്ചൻ എവിടെ പേ ചെയ്യാൻ പോയേ? പൈസ ഇടാൻ പോവാ. അതേ നമ്മളിങ്ങനെ ബീച്ചിലേക്ക് നടക്കാൻ നടന്ന് 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും വിചാരിച്ചേ ഈ അമ്മ അച്ഛൻ ഇത് ആരോടും ഇങ്ങനെ ഇത്രയും വർത്താനം പറഞ്ഞു വെക്കണേന്ന്. മനസ്സിലായി. ഞാൻ ഇവരെ കണ്ടകലേന്ന് ഞാൻ പറഞ്ഞു നിഷയുടെ അമ്മ അച്ഛൻ തോന്നുന്നു. പക്ഷെ നിങ്ങളാരും കാണാത്ത സംശയം വെയില് കണ്ടപ്പോ ഇറങ്ങി ചേച്ചി. കണ്ടപ്പോ ചാടി ഇറങ്ങി. അല്ല, കൊച്ചു സ്കൂളിൽ പോയില്ലേ? ശരി, അതിലുണ്ടല്ലോ ഇവിടെ ചേച്ചി. അമ്മ പറഞ്ഞില്ലായിരുന്നു ചേട്ടൻ അന്ന് കണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ലിസി ചേച്ചി, നിഷ. വിഷുവിന്റെ ഇവിടെ വേറെ പാർക്കിംഗ് ഒന്നും ഇല്ലല്ലോ ബീച്ചിന്റെ അടുത്തായിട്ടുള്ളത്. അയ്യോ, അവിടെ നോട്ട് ചീത്താളെ നിന്നോട് ഞാൻ പറഞ്ഞായിരിക്കും. നമ്മള് വേമത്തിലൊക്കെ പോയി നമുക്ക് അവിടെ അടുത്തല്ല പാർക്കിംഗ്. അവിടെ അധികം നടക്കാനില്ല, ഭയങ്കര നടക്കണോ. അവിടെ വേണമെങ്കിൽ എന്റെ ഫോൺ കാണാം. നല്ല വ്യൂ അല്ലേ? നമുക്ക് ഇറങ്ങാതെ അവിടെ സ്റ്റെപ്പ് വെച്ച് ഇതുണ്ട്, റെയിലുണ്ടെന്ന് തോന്നണു സ്റ്റെപ്പില്. ആ പോവാണോ? വാ, ഫോട്ടോ എടുക്കാം. എങ്ങനെയുണ്ട്? ഇത് കാണണം. അവിടെ ഇറങ്ങണം. സൈഡിലേക്ക് പോകണം. കാണാം ആർച്ച് അല്ലേ? ആർച്ച് അവര് പോയി അങ്ങനെ. ഇവിടെ കണ്ടോ, പൂക്കളാ മൊത്തം. ഇതിന്റെ അറ്റത്ത് മുഴുവൻ പൂക്കള്. ഇവിടെ നമ്മുടെ ബീച്ച്, സൂപ്പർ ബീച്ച്. നല്ല ചൂടായില്ലേ ഇപ്പൊ നിങ്ങക്ക്? ഇന്ന് 20 ഡിഗ്രി അവിടെ പറഞ്ഞേക്കണേ. നമ്മള് കണ്ട അതേ പോകുന്ന സ്റ്റെപ്പ് കാണുന്നു. എനിക്ക് അവിടെ കൈ പിടിച്ച് പോകുന്നുണ്ട് കേട്ടാ. ഇതുണ്ട് കൈ പിടിക്കാനേ. അവര് കയറ് കെട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് സ്ഥലത്ത്. അവിടെ മലമ്പ് പൂക്കളി ഉണ്ടോ? മഞ്ഞും വെള്ളയും. ആനയുടെയോ? ആ അതെ, ഇതാണ് ആ ആർച്ച്. ആൾക്കാർ ഇതിൽ ഇറങ്ങി പോയിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം. ഇതാണ് നമ്മുടെ ബീച്ച്. എത്തി താഴത്തേക്ക് ഇനി ഇറങ്ങി പോണം. മലനൊക്കെ പൂവുണ്ട്, മഞ്ഞും വെള്ളം. ഹലോ.
മണലാണ് മണല്. ഹായ് ഡഡിൽഡോ. That's a man. ഇനി വേണം പോത്ത് മമ്മിനോട് ഇഷ്ടംപോലെ. വേറെ ഏതെങ്കിലും പൊസിഷൻ വേണം. വേറെ ഏതെല്ലാം ഭരതനാട്യം. ഇപ്പുറത്ത് വെച്ചാൽ കാണാം. മല കണ്ടില്ല എന്നുള്ള വിഷമം വേണ്ട. ആ വാഴക്ക് ചേട്ടാ നമുക്ക് പോവാന്ന. നമുക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ. ആ അതേ കണ്ട ബോട്ടിൽ വരുന്ന നോക്കി. വായോ ബോട്ട് വരുന്നുണ്ട്. ബോട്ട് വരെ പോണേക്കാവുമ്പോ ചോദിച്ചു നോക്കാം അവരുടെ അടുത്ത്. ചോദിച്ചിട്ട് കാര്യം ഇവര് വരില്ലല്ലോ. ഇവര് വരുമപ്പ. നമ്മളങ്ങനെ ഇതടുകൊണ്ട് ലാസ്റ്റത്തെ ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങിക്കൊണ്ടിരിക്കാണ്. അതെ വീഡിയോ എടുത്ത് നടക്കലൊക്കെ കൊള്ളാം. അടിച്ചു പിടിച്ച ചെളി വെള്ളത്തിന് വീഴത് എല്ലാന്ന് വിചാരിക്കാം. അപ്പുറത്തെ വഴിക്ക് പോണതായിരിക്കും അത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് ഇറങ്ങിയിരിക്കും പിന്നെ എന്താ കാര്യല്ലേ. വാ ഇവിടെ നോക്കി പൂക്കൾ, മഞ്ഞപ്പൂവ്, വെള്ളപ്പൂവ് എല്ലാം ഉണ്ട്. ഇത് നല്ല സൂപ്പർ ഏരിയ. അവർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കാക്കി ചേട്ടൻ. ഇത് ഇപ്പുറത്തെ സൈഡ്, ഇത് ഇപ്പുറത്തെ സൈഡ്. സൂക്ഷിച്ചിറങ്ങിക്കോട്ടാ. സ്റ്റെപ്പ് ഇത്തിരി ഇങ്ങനെ വലിയ പാടൊന്നുമില്ല, എന്നാലും സൂക്ഷിക്കണം. അതെ ഹാൻഡ് റെയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്, അധികം വഴിയൊന്നുമില്ല. അവിടെ കൈ കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ വാ. അങ്ങനെ നമ്മള് ബീച്ചിലെത്തി. ഇവിടെ വരെ വന്നിട്ട് ബീച്ചിൽ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം അല്ലേ. ആണോ? അയ്യോ എനിക്ക് മനസ്സിലായില്ല ചേട്ടാ. ഇത് ബീച്ചിന്റെ വളരെ തണുപ്പല്ലാണ്ട് ചൂടുണ്ടാവോ? അടിപൊളി. ഒരാഴ്ച കൂടി വേണമെങ്കിൽ ഒന്ന് മുങ്ങിയിട്ട് വന്നോ. ഒന്ന് മുങ്ങിയിട്ട് വന്നോടി. മതിയായോ? എല്ലാ ആഗ്രഹങ്ങളും തീർന്നോ? കാലും മറിയിച്ച് അത്ര തണുപ്പാ. കാലും മരവിക്കുന്ന തണുപ്പാക്കി ചേട്ടാ. ഇത്രയും വെയിലും ഇത്രയും സംഭവമൊക്കെ ഉണ്ടായിട്ടും ഇതില് വെള്ളത്തിന് ഫ്രീസറിൽ എടുത്ത വെള്ളം പോലെ ആയിരിക്കും. ഫ്രിഡ്ജിന്ന് എടുത്ത വെള്ളം. കണ്ടോ നിന്നെ കണ്ടിട്ട് ആവശ്യമില്ലാത്ത ചേട്ടനും ചേച്ചിയുടെ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ആൾക്കാരെ ടെസ്റ്റ് ചെയ്തിട്ട് ബീച്ചിൽ വന്നാ ഇവിടെ ഇറങ്ങണ്ടേ. ഒരു പട്ടിക്കുട്ടീനൊക്കെ ഇച്ചിരി കൊള്ളാള്.
അവരവിടെ എടാ വിളിക്കണു. അയ്യോ വയ്യ. എന്ത് പറ്റി? ഇവിടത്തെ ചെടിയുടെ എല്ലാ ഇതും മാറിഞ്ഞ വെള്ളത്തിന് ഇത്തിരി ചൂടുള്ളായിരുന്നു. ഇച്ചിരി നല്ലതായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞ പോലെ തോന്നി എനിക്ക് വെള്ളത്തിൽ കയറില്ലേ. നമ്മളിനി തിരിച്ചു പോവാ. ഒരു കല്ല് കയറിയിട്ടുണ്ട് ചെരുപ്പിന്റെ ഉള്ളില്. ഒരു കല്ല് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ചെരുപ്പിന്റെ ഉള്ളില്. അവരിറങ്ങിങ്ങ കേറാൻ ബുദ്ധിമുട്ടാട്ടാ. കേറാൻ അവർക്ക് ബുദ്ധിമുട്ടായിനെ. അവരിറങ്ങി കേറാൻ ഈസി അല്ല. ബൈ ബൈ. വയ്യണ്ടായില്ലേ? എന്തൊക്കെയായിരുന്നു ഡയലോഗ്? ഇത്രയും കയറിയില്ലടി. ഈ പറയണ നീ എന്തേ പൊട്ടിയിട്ടില്ലേ? എനിക്ക് കയറാന്നാലും ഇപ്പുറത്തേക്ക് പോവാൻ വഴി ഇതാണല്ലേ? വേണ്ട, അവര് പോയി. അവർക്ക് വിശക്കണ്ടാവും മിക്കതോ. എവിടെ? ഓ, ഇതാ പെണ്ണിനെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയതല്ലേ? പക്ഷെ അതിൽ കുറെ പേർക്ക് കയറാൻ പറ്റില്ല. ഒരു പെണ്ണുണ്ടായുള്ളു. നമുക്ക് കയറാം. വാങ്ങി കവർ വാങ്ങി. കേറാൻ പറ്റില്ല. സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് പപ്പ അവിടെ തറായി. അത് ചെയ്യാൻ പറ്റില്ല. മമ്മി, എന്നാലും ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. വലിയ കാര്യം പപ്പ ഇപ്പൊ കാറിലെത്തിക്കാണ്. നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പപ്പ അവിടെ എത്തി. നടക്കാൻ പറ്റുന്ന പറഞ്ഞ ആൾക്കാർ ഇപ്പഴും ഇവിടെ നടന്നോണ്ടിരിക്കുക. നിക്കട്ടെ. പുള്ളിക്കാരിക്ക് നടക്കാൻ വയ്യ. മമ്മിക്ക് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, പാലക്കാടൻ അലുവ. അപ്പോഴും ഞാൻ പറഞ്ഞു വന്നില്ല, ഞങ്ങള് വന്നില്ലാന്ന്. ഞങ്ങളിങ്ങനെ കൊണ്ട് ക്രൂശിക്കേണ്ട വല്ല ഞാൻ മര്യാദക്ക് ചെസിൽ ബീച്ചിൽ പോകാൻ അല്ല ലൈം ബീച്ചസിൽ പറഞ്ഞ ഇവിടെ പോണെന്ന് ആരാ പറഞ്ഞു? വാ, കഴിഞ്ഞതേ. ഇത് കാണാൻ കാർ പാർക്ക് ഇതാണ്. വാ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ. വാ, ഫുഡ് നോക്കാം. ഐസ്ക്രീമൊക്കെ തിന്ന് കഴിയാറായി. അപ്പോഴേ ഓർത്ത അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. എൻ്റെ സ്ട്രോബെറി ഫ്ലേവർ. ഇവർ ചായയും കുടിച്ച് ഞങ്ങൾ തിരിച്ച് പോകാൻ പോവാ. നമ്മളെ മാനോ ബോ എന്ന് പറഞ്ഞ എന്താ സ്നേഹം. നമ്മളിവിടെ ഡോറിൽ വന്നിട്ട് അവിടെ നിന്ന് കയറ്റത്തുള്ള ഒരു ക്യാരവാനൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു ഇതുണ്ട്, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മളിവിടെ വന്ന് ഇനി ഫുഡ് കഴിക്കാൻ പോവാ. It's closed? Sorry, on this side. Yeah, it's literally just
നമ്മൾ വലിയ കാര്യത്തിൽ അവിടെ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ കട അടച്ചു. 10 മിനിറ്റ് മുമ്പ് കട അടച്ച്, കിച്ചൺ അടച്ച്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ പോവാ. അടുത്ത റെസ്റ്റോറൻറ്റിൽ പോയി നോക്കാം. ഞാൻ അപ്പോൾ അവരെ വന്ന ഫുഡ് ചിപ്സും, ഇത് സ്കാമ്പി ചിപ്സ്, വെരിയും കോടും ചിപ്സ്. ഞങ്ങളുടെ രണ്ടുപേരും ഇപ്പോൾ വരും, വന്നിട്ടില്ല. എങ്ങനെയുണ്ട്? നല്ല റെസ്റ്റോറൻറ്റാണോ? ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. എല്ലാവർക്കും വിശപ്പ്. ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാ? ടേസ്റ്റി ഫുഡ്. ടേസ്റ്റിയാണോ? പോയിട്ട് വായി നോക്കി ചേട്ടാ, ഞങ്ങൾ കാറിലിരിക്കാം. പിന്നെ ഭക്ഷണം കഴിച്ചല്ലേ നടക്കണ്ടേ? പപ്പേ അതിന്റെ മുടിക്ക് കൂടി കയറിട്ട് വരാം. ഇതാ മറ്റേ അവിടേക്ക് എത്തും. നമ്മൾ പോയോടത്ത് അതിലങ്ങോട്ട് ഇറങ്ങി. അത് തണുക്കണുണ്ടാ? ഇതായിട്ടുള്ളു. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി തിരിച്ചു പോവാൻ പോവാ വീട്ടിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ടയേർഡായി. ഞാന് നാളെ നേരം പോലത്തെ പൊങ്ങുള്ളൂ. കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, എന്നാ ബൈ ബൈ.